ഇത് റിയാദിലെ ബോളിവാർഡാണ് കേട്ടോ ഈ കാണുന്നത്. ദേ ഇന്ന് എന്തായാലും നമ്മൾ ബോളിവാർഡിലേക്ക് യാത്ര പോവാണ്. അപ്പോൾ രാത്രിയാണ് ഇവിടെ വന്നത് കേട്ടോ ബോളിവാർഡിൽ. ഇതിൻ്റെ പുറമേ ഉള്ളപ്പോൾ ഗേറ്റിലേക്ക് ഞാൻ എൻട്രി ആവണതേ ഉള്ളൂ. ഈ കാണുന്നത് ഇതിൻ്റെ എൻട്രൻസിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിപ്പം ഇവിടെ കുറേ കറങ്ങാനുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് കയറിപ്പോവാൻ. ഇപ്പോൾ വഴിയിൽ കുട്ടികൾ കുടിക്കുന്നതാണ് ആദ്യം പറയുന്നത്. എന്തൊക്കെയായാലും എന്തായാലും അകത്തേക്ക് കയറി ജനങ്ങൾ കേട്ടോ ഒരു രക്ഷയില്ല, ജനങ്ങൾ വരികയാണ്. സംഭവം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ജനങ്ങൾ ആവശ്യം പറഞ്ഞു. പിന്നെ ഇവിടെ പോലീസിന് ഒരു കുറവുമില്ല കേട്ടോ, പോലീസ് ആവശ്യം പോലെ കിടക്കുന്നുണ്ട്. ലൈറ്റ് കൊണ്ടൊരു മയമാണ്, ലൈറ്റ് കാരണം ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ എൻട്രൻസ് ഫ്രീ ആണ്, എൻട്രൻസിൽ ആർക്ക് വേണോ കയറാം, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് കയറി പർച്ചേസ് ചെയ്യാനും ഓരോ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ടിക്കറ്റ് എടുക്കണം, അത് പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഞാനുള്ളത് റിയാദിലെ ബോളിവാർഡിനകത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോളിവാർഡിനെ ഉള്ളിലാണ്. ബോളിവാർഡിൽ എന്ത് നടക്കുന്നു, നടക്കുന്നില്ല, എങ്ങനെ എൻട്രി ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ബോളിവാർഡിൽ ജസ്റ്റ് ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടുത്തെ ലൈറ്റ് കാരണം ഒരു രക്ഷയില്ല കേട്ടോ. ലൈറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ തന്നെ കാണാൻ പറ്റില്ല. അകത്തുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഈ ഇപ്പം പുറത്ത് കാണുന്നത് എന്തൊരു തിരക്കാന്ന് നോക്കിയാൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്ന് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ഒത്തിരി ജനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് കയറുന്നത് തികച്ചും ഫ്രീ ആണ്. ഇപ്പോൾ എന്തായാലും ടിക്കറ്റൊന്നും എടുക്കേണ്ട കാര്യമല്ല. ചിലപ്പോൾ ഇനി ആ ഫ്യൂച്ചറിൽ ടിക്കറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അകത്തേക്ക് കയറാൻ. ഇന്ന് ബോളിവാർഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ബോളിവാർഡിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ. ബോളിവാർഡിനകത്തേക്ക് വരുന്നത് തീർത്തും ഫ്രീ ആണ്. ഇതേ കണ്ടല്ലോ, ഫുൾ ലൈറ്റാണ്. ഇതേ ബോളിവാർഡ് സിറ്റി. ഇതേ നിങ്ങൾ കണ്ടോ, ഇതാണ് ബോളിവാർഡ് സിറ്റി. ഇവിടെ കണ്ടോ, ഇവിടെ മൊത്തം എയർ കൂളർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ തണുപ്പാ. ചൂട് സമയത്ത് സെറ്റപ്പായിട്ട് ഈ തണുപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ നമ്മളിങ്ങനെ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ സിംഗിളായിട്ട് ഫോട്ടോ എടുക്കാം. ഇവിടെ നല്ല ലൈറ്റും സെറ്റപ്പും ഒക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പർച്ചേസിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പൈസയും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആവശ്യം പോലെ നമുക്ക് പർച്ചേസ് ചെയ്യാം. പൈസ ഉള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് കയറിയിട്ട് ഉണ്ടെങ്കിൽ ഉപയോഗമുള്ളൂ. നമ്മൾ ജസ്റ്റ് അതിനകത്ത് കയറിയതൊന്ന് കാണാനും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇവിടെ എല്ലാ ബ്രാൻഡഡ് കമ്പനിയും ഇതിനകത്തുണ്ട് കേട്ടോ. ഏതില്ല എന്ന് ചോദിച്ചാൽ മതി. അതെ, ഈ ഫോട്ടോഗ്രാഫേഴ്സ് നിൽക്കണം കേട്ടോ. അതുപോലെ ഇതേ അവരുടെ ലൈറ്റൊക്കെ വെച്ചിങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അതുപോലെ ഒരാൾ ഒരു ബനാനയൊക്കെ വെച്ച് നിൽക്കുന്നു. അതിൻ്റെ അടുത്ത് വേണമെങ്കിൽ ചെന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. പക്ഷെ അതിനൊക്കെ പേയ്മെൻറ്റ് വേണമെന്ന് തോന്നുന്നു. അതാണെന്ന് അറിയില്ല. ശരിക്കും ഫിലിപ്പീനോസും ഇവരൊക്കെ വന്നിട്ടുണ്ട് ടീമായിട്ട് കേട്ടോ. ഇതിപ്പോൾ മൊത്തം കയറി കാണാൻ ടൈം എടുക്കുന്നത്. മൊത്തം ഫോട്ടോഗ്രാഫേഴ്സ് ആണല്ലോ ഇതിനകത്ത്. എവിടെ നോക്കിയാലും ഫോട്ടോഗ്രാഫേഴ്സ് ആണല്ലോ. ഇതേ നോക്കിയേ, ഫ്ലാഷ് ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഫോട്ടോ സൂപ്പറായിരിക്കും. ഇതിപ്പോൾ ഒരു സൈഡിൽ നിന്ന് കറങ്ങി അടുത്ത സൈഡിൽ വരുമ്പോഴത്തേക്കും നേരം വെളുക്കുമെന്നാണ് തോന്നുന്നത്. ഇവിടെ കണ്ട ഒറിജിൻ്റെ മെഗാ സ്റ്റോറ്, ഡങ്കിൻ ഡോണറ്റ്സ്. ഇങ്ങോട്ട് അകത്തേക്ക് ജസ്റ്റ് കയറുമ്പോൾ തന്നെ ഡങ്കിൻ ഡോണറ്റ്സ് ആണ് കാണുന്നത്. ഇതിൻ്റെ അടുത്തൊക്കെ നിന്ന് സൂപ്പറായിട്ട് ഫോട്ടോ എടുക്കാം. ഇത് നോക്കിയേ, ഇതൊക്കെ എന്താണ് നോക്കിയേ, സെറ്റപ്പ് അല്ലേ. ഇതിപ്പോൾ ഇതിനകത്ത് കയറുമ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്യണത് ഞങ്ങൾ ഏതോ യൂറോപ്പിലോ മറ്റോ പോയതൊരു
ഫീലിംഗ് ഉണ്ട് തീർത്തും കേട്ടോ. ഇതിനകത്ത് ഒരു ലിമിറ്റേഷൻസും ഇല്ല. അതുപോലെ തന്നെ എങ്ങനെ വേണം ഡ്രസ്സ് ധരിച്ച് ഇവിടേക്ക് വരാം. അൺലിമിറ്റഡ് ആണ് അതെല്ലാം, ഒന്നിനും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്തോട്ട് നമ്മൾ കയറി വരുമ്പോഴത്തേക്കും ഓരോരോ സീനാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഉണ്ടോ ഫൗണ്ടൻസ്, വാട്ടർ ഫൗണ്ടൻസ് അതിരസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. ഗാർഡൻ, റോക്കാർഡ്, ടെറോ, മ്യൂസിക്, ഫൗണ്ടൻ, ഇതെല്ലാം ഇങ്ങോട്ടാണ്. ഇപ്പം നമുക്ക് എന്തായാലും ഈ ഫൗണ്ടൻ്റെ ഏരിയയിലേക്ക് പോവാം. ഇവിടെ ലൈറ്റ് കൊണ്ടൊരു കളിയാണ്. അതുപോലെ ഇവിടെ കുറച്ച് ഫൗണ്ടൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിനകത്തൊക്കെ ഊട്ടിക്കത്തെ തിരക്കാം. ഞാൻ പറഞ്ഞു നേരത്തെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ഇതിനകത്ത് നല്ല തിരക്കാണ്. അതുപോലെ കൂളറുകളിൽ നിന്ന് ഇങ്ങനെ അടിച്ച് എയർ കണ്ടീഷൻസ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഹായ് അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ ഭയങ്കര സുഖമാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡിൻ്റെ സ്മെല്ല് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഓ വാവ്, എന്താണ് ക്രിയേഷൻസ് ഇതിനുള്ളിൽ. അടിപൊളി ക്രിയേഷൻ അല്ലേ. ഇത് നോക്കിയാൽ വാട്ടർ ഫൗണ്ടൻ, നൈസ് വാട്ടർ ഫൗണ്ടൻ. അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ 4 ചുറ്റാകയും ഈ കാണുന്ന ഫൗണ്ടൻ്റെ 4 ചുറ്റാകയും റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഓക്കെ, എല്ലാ ബ്രാൻഡഡ് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ഇത് പകല് വന്നാൽ ഇത്രയും കാണാൻ രസം ഉണ്ടാവില്ല കേട്ടോ. രാത്രിയാണ് അടിപൊളി കാണാൻ. എന്ന് പറഞ്ഞാൽ ലൈറ്റുകൾ കൊണ്ടാണ് ആ ട്രീസ് എല്ലാം അലങ്കരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കാണേണ്ട ഒരു ലോകം തന്നെയുണ്ട് കേട്ടോ. ഇപ്പോൾ ഗാർഡന്, ട്രോക്കാർഡോ, മ്യൂസിക്, ഫൗണ്ടൻ, അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവിടെ മ്യൂസിക്കും അതുപോലെ തന്നെ ഫൗണ്ടനും ഒന്ന് നമുക്ക് കാണാം. പക്ഷെ ഇവിടെ നിന്നൊന്നും ആരെയും കാണുന്നില്ല കേട്ടോ. ഇതൊക്കെ കുറേ സ്ഥാനങ്ങളൊക്കെ അടച്ചും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും നോക്കട്ടെ. ഇവിടെ ഇപ്പോഴും പൂർണ്ണമായിട്ട് തുറന്ന് പ്രവർത്തിക്കുന്നില്ലേ, അതോ പ്രവർത്തിച്ചത് അടച്ചതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും പോയി അങ്ങോട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാം, കാലാവസ്ഥ അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ നല്ല തിരക്കുള്ളത്. ഓ, അവിടെയാണ് ലൈറ്റ്സ്. ടെർക്കാടൻ ചിക്കു ഇടിച്ചോടാ. പോരാ, പൈസ അത് ബേസിക് നാട്ടി നല്ലേ. അപ്പോൾ നമ്മൾ അകത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പഞ്ചിങ് ഒക്കെ കഴിഞ്ഞു. പഞ്ചിങ്ങിൽ നമ്മൾ ഫെയിലായിപ്പോയി. പഞ്ചിങ്ങിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയുടെ റോങ് സൈഡാണ് കൊണ്ടത്. അത് കാരണം എത്ര വന്നു പഞ്ചിങ്ങിൽ? ഇല്ല, നോ 380 സംതിങ്. ഹയസ്റ്റ് 882 ആയിരുന്നു. ഇവിടെ എല്ലാം ഓ, ഇത് എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. 883 ഇതെല്ലാം പഞ്ചിങ് ഉണ്ട്. ഹൗ മച്ച്? ഇതാണ് എല്ലായിടത്തും 20 റിയാൽ 3 പഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിഡ് ഇറ്റ്. ഒരു ബോക്സിങ്, 3 ബോക്സിങ് 20 റിയാലാണ് കേട്ടോ. പക്ഷെ ആരും ഇടിച്ച് 600 വരെയൊക്കെ വന്നു ചിലർ ഇടിച്ചിട്ട്. നമുക്ക് 300 സംതിങ്ങേ കിട്ടിയുള്ളൂ. റോങ് പഞ്ചിങ് ആയിരുന്നു. ഓ, ഇതിനെല്ലാത്തിനും ഫിലിപ്പൈനികളാണ് നിൽക്കുന്നത് കേട്ടോ. പഞ്ചിങ്ങിൻ്റെ ഇതിൽ എല്ലാം ഫിലിപ്പൈനികളാണ്. പോപ്സ്
എവിടെ നോക്കിയാലും ഡൻകിൻ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഫുൾ ഡൻകിൻ. അല്ല, അവരൊന്നും ഇടിക്കുന്ന വീഡിയോ എടുക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി വീഡിയോ എടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. വെറും അവൻ ഭയങ്കര ഇതിലിടിച്ചിട്ട് അവൻ 253 വരെയുള്ളൂ. വീഡിയോ എടുത്താൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാവില്ല. അവർ നേരത്തെ പറഞ്ഞു വീഡിയോ എടുക്കരുതെന്ന്. എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. ഇതാണ് ഇതിനുള്ളിലുള്ള സീന് കേട്ടോ. ജനങ്ങൾ ഇവിടെ ആറാടുന്നു. ആറാട്ടെണ്ണൻപോ എന്ന് പറഞ്ഞ കണക്ക് ഇവിടെയാണ് മ്യൂസിക്. പക്ഷെ ഇപ്പം ഇതൊക്കെ ഓഫാണെന്ന് തോന്നുന്നു. എന്തായാലും ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ കുറച്ച് നേരം കാത്തിരിക്കാം. പക്ഷേ മ്യൂസിക് അപ്ലോഡ് ചെയ്യാനും പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബിന് എഗെയിൻസ്റ്റ് പോളിസിയാണ് കേട്ടോ. ഇവിടെ ഫൗണ്ടൻ ഇവിടെയാണെന്ന് എഴുതി വെച്ചിരുന്നത്. എവിടെയാണ് ഫൗണ്ടൻ എന്ന് അറിയില്ലല്ലോ. നമ്മൾ ആ കണ്ടത് തന്നെയാണോ ഫൗണ്ടൻ? അതായിരിക്കും അല്ലേ. അതിപ്പുറത്തൂടെ നടന്നു വന്ന് അവിടെ കയറാനുള്ളതാ. അടിപൊളി ഷോപ്സ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഷോപ്പുകളൊക്കെ ഭയങ്കര ഇതായിട്ട് സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെയാണ് മ്യൂസിക് ഉണ്ടാവുക. DJ ഇവിടെയാണ് കേട്ടോ. ട്യൂൺ ഇൻ 1048 FM. ഓ, ഇവിടെയുണ്ട് അടുത്ത പഞ്ചി. അവിടെയാണ് മ്യൂസിക്സ്. അതവിടെ ടിക്കറ്റ്സ് എടുക്കണം കേട്ടോ. എന്നാലേ മ്യൂസിക്സ് കേൾക്കാൻ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. എന്തായാലും അതിൽ പോയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് എന്തായാലും ഇതിൽ അപ്ലോഡ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് അവിടുത്തെ ഒന്നും കാണിക്കാൻ ഒരു വഴിയില്ല. ഇവിടെ കണ്ടോ, ഇവിടെ ഗാർഡനൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ സംഭവം രാത്രിയിൽ മാത്രമേ ഇവിടെ കാണാൻ രസമുള്ളൂ കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ലൈറ്റ് കുറവായത് കാരണം അത് അത്രത്തോളം കാണാൻ സുഖം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നേരിട്ട് കാണാൻ രാത്രി തന്നെ വരണം. നോക്കിയേ, ഒരു പണിയില്ല ഇവിടുത്തെ ചെറുപ്പക്കാർക്ക്. ഇങ്ങനെ അഴിഞ്ഞാടി ചെറുപ്പക്കാർ നടക്കാം. അൺലിമിറ്റഡ് ഇതാണ് കേട്ടോ ആക്സസ്. ഏതിൽ വേണമെന്നുണ്ടെങ്കിലും ഡ്രസ് ചെയ്ത് ഇങ്ങനെ നടക്കാം, അഴിഞ്ഞാടാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണും ആണും എല്ലാം അങ്ങനെ തന്നെയാണ്. സൗദി അറേബ്യയിൽ ഇത്രത്തോളം ഓപ്പണായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം നമ്മളും ജസ്റ്റ് ഇവിടെ വന്നു എൻജോയ് ചെയ്യാണ്. പക്ഷേ നമ്മൾ ടയേർഡായിട്ടുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ വന്നതാണ്. അപ്പോൾ പല സ്ഥലത്തും പോയി ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആകെ ടയേർഡായി. ഇവിടുന്ന് ഇന്ന് നമ്മൾ തിരിച്ച് ദമാമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങറ്റം വരെ ഡ്രൈവ് ചെയ്യാനുണ്ട്. ക്യാമറ ഉണ്ടോ? ഈ ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് പോവാണ്, കറങ്ങി കറങ്ങി കറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴി എവിടേക്കാണ് പോവുക എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല. ഇതൊക്കെ കണ്ടോ, ഇത് സൗദി നാച്ചുറൽ ആയിട്ടുള്ള ഓരോ കലാരൂപങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഫൗണ്ടൻ കേട്ടോ. ഈ കാണുന്നതാണ് ഫൗണ്ടൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇത് എപ്പോഴാണ് ഓൺ ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ ഭയങ്കര ഇരുട്ടത്ത് കിടക്കുകയാണ്. ഭയങ്കര വലിയ ഫൗണ്ടനാണ് കേട്ടോ. അറൗണ്ട് ഒരു 3-4 ഏക്കർ വസ്തുവിൻ്റെ വലിപ്പത്തിലുണ്ട്. 3-4 അല്ലെന്ന് തോന്നുന്നു. അതിൽ കൂടുതൽ സ്ഥലത്തിലെ വലിപ്പത്തിലാണ് ഫൗണ്ടൻ ഉള്ളത്. പക്ഷേ അതിപ്പോൾ എന്തായാലും വർക്ക് ചെയ്യുന്നില്ല.
ഇവിടെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. അതായത് ഇവിടെ എങ്ങും തീരെ വെള്ളത്തിൻ്റെ അംശം കാണുന്നില്ല. ദാറ്റ് മീൻസ് ഒട്ടും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്താണ് ഇതിൻ്റെ പ്രോബ്ലം എന്നറിയില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് വർക്ക് ചെയ്യാന്നറിയില്ല. അപ്പോഴും വന്നിരുന്നെങ്കിൽ വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷേ ഐ ആം സോറി ഗൈസ്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ലൈറ്റ്സ് ഉണ്ട്. ദേ നോക്കിയുണ്ടോ, ലൈറ്റ്സ് ഇങ്ങനെ അവരിങ്ങനെ ചെയ്യുന്നുണ്ട്. ദേ എപ്പോഴും ലൈറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ദേ ഈ കാണുന്ന ലൈറ്റ്സുകളുണ്ടോ, ഇതിങ്ങനെ മിഡിൽ ഇതേ കറക്റ്റ് സ്റ്റാർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫൗണ്ടനും കൂടെ ഒത്തുചേരുമ്പോൾ അടിപൊളിയായിരിക്കും. പക്ഷേ എന്തായാലും ഫൗണ്ടൻ വർക്ക് ചെയ്യുന്നില്ല. ഇനി ഒരു ദിവസം നമ്മൾ വന്നിട്ട് ഈ ഫൗണ്ടൻ വർക്ക് ചെയ്യുന്ന ദിവസം വന്ന് വീഡിയോ എടുത്ത് നിങ്ങളെല്ലാവരെയും കാണിക്കാം. അല്ലാതെ വേറെ ഇപ്പോൾ ഒരു വഴിയില്ല. അതായത് ഇതിന് പ്രത്യേകിച്ച് ഒരു ടൈമിംഗ് ആണോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇന്ന് ഇത് വർക്ക് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നോ ഇതല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അതായത് ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഈ ഫ്ലോറിൽ കാണുന്നില്ല. ഇവിടെ കണ്ടോ, ഒരു വലിയൊരു ഗൊറില്ല ഇത് സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മിഡിൽ പാർട്ടിലായിട്ടാണുള്ളത് കേട്ടോ. ഇതിൻ്റെ ബാക്കിലാണ് വാട്ടർ ഫൗണ്ടൻ ഉള്ളത്. ആ ഫൗണ്ടൻ ഇപ്പോൾ വർക്കിംഗ് ഇല്ല, ഞാൻ പറഞ്ഞില്ലേ. ഇനി ചിലപ്പോൾ മിക്കവാറും അതിനകത്ത് എന്തോ വർക്ക് നടക്കുന്നു തോന്നുന്നു. അത് കാരണമാണ് അവിടെ ഒരു തുള്ളി വെള്ളം പോലും സ്പോട്ടിലെങ്ങും വീണിട്ടില്ല. എനിക്ക് തോന്നുന്നത് സൗദി നാഷണൽ ഡേക്ക് അവർ ചെയ്യുമെന്നാണ് തോന്നുന്നത്. ആ സമയത്തെങ്ങാനും വന്നാൽ വീണ്ടും ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് നിങ്ങളെല്ലാവരും കാണിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ബഗീസ് ഉണ്ട്. ഇവിടെ ബഗികളുണ്ട്. ഈ ബഗി പോകുന്നുണ്ട്. ഈ ബഗിയിൽ കയറിയാൽ ഇതിനകത്തൊക്കെ ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും. ഇവിടെയാണ് ബഗി എടുക്കുന്ന സോൺ കണ്ടോ. ഇവിടെയാണ് ബഗിയുടെ. നമ്മൾ ചോദിച്ചാൽ അറിയാം ബഗിക്ക് എത്രയാണ് പ്രൈസ് എന്ന്. പക്ഷേ അവിടെ ലേഡീസാണ് നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ലാർജ് കണ്ടോ, ഇതാണ് ബഗിയുടെ പ്രൈസ്. ഇവിടെ കണ്ടോ ഫ്ലോറൊക്കെ നല്ല ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ബഗി റെൻറ്റിന് കൊടുക്കുന്ന ആ ലേഡിയോട് ചോദിച്ചു കേട്ടോ, ഇത് എപ്പോഴാണ് ഇവിടുത്തെ ഫൗണ്ടൻ വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോഴത്തെ അവർ പറയുന്നത് ഒക്ടോബർ 1 മുതൽ പുതിയ സീസണാണ്. ആ സീസൺ തുടങ്ങുമ്പോഴത്തേക്കും ഡെയിലി വൈകുന്നേരങ്ങളിൽ ഇത് വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഒക്ടോബർ 1 മുതലാണ് റിയാസ് സീസൺ തുടങ്ങുക. അപ്പോൾ മാത്രമേ ഇവിടെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ചെയ്യൂ. ഇപ്പോൾ റിയാസ് സീസൺ അല്ല, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് റിയാസ് സീസൺ ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റിനൊക്കെ ചാർജ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് മിഡിൽ പാർട്ട് കേട്ടോ. ഇപ്പോൾ ഈ നമ്മൾ കാണുന്നത് കണ്ടില്ലേ, ആരാ ഇരിക്കണേന്ന് നോക്കിയേ, എന്തിൻ്റെ മേളിലാണ് ഇരിക്കണത് നോക്കിയേ, അടിപൊളിയല്ലേ അത്. അടുത്ത ഇവിടെ കണ്ടോ, ഇവിടെ ഉള്ളൊരു കാർട്ടൂൺ ക്യാരക്ടറാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇളയ മക്കളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ സ്ഥിരമായിട്ട് കാർട്ടൂൺ കാണുന്നുണ്ട്, അവർക്കറിയാം. അപ്പോൾ അവർ പറയുന്നത് മീമോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയില്ല, എന്തായാലും കൊച്ചുകുട്ടികളുടെ അടുത്ത് ചോദിക്കണം, അവർ സ്ഥിരമായിട്ട് കാർട്ടൂൺ കാണുന്നുണ്ട്, അവർക്കറിയാം. അപ്പോൾ ഇവിടെ എന്തായാലും ഒക്ടോബർ 1 മുതൽ റിയാസ് സീസൺ തുടങ്ങും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോഴിതെല്ലാം ആക്റ്റീവായിരിക്കും. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. എന്താണെന്നറിയില്ല മക്കളെ. അപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺ. ബൈ.